ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് റൂമിൽ നമുക്ക് എയർ ഫ്രഷ്നർ ആയിക്കാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഒരുപാട് ഐറ്റംസുകളുണ്ട്. പൊതുവെ നമുക്ക് ഹോട്ടലുകൾ ബാത്റൂം സൈഡിലൊക്കെ നമുക്ക് പൊതുവെ കാണാറുണ്ട് ഓട്ടോമാറ്റിക് പഞ്ചിങ് മെഷീന്. ഞാൻ ആ പഞ്ചിങ് മെഷീൻ ഒരുപാട് നമ്മളിവിടെ ഒരു പ്രാവശ്യം സെയിലാക്കിയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ, 2021-20 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന്. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ അത്രയും കംപ്ലൈന്റുകൾ ആ മെഷീനിന് വരുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല മെഷീൻ നമുക്കിവിടെ നമുക്കിവിടെ സെയിലാക്കുന്ന ഗോദ്റേജിന്റെ മെഷീൻ, എയർ വെക്കറിന്റെ മെഷീനൊക്കെ കംപ്ലൈന്റ് അത്രയും വരുന്നുണ്ട്. ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് 3 മന്തിന്റെ ഉള്ളിൽ തന്നെ അത് മെഷീൻ വർക്ക് ചെയ്യാതെ വെക്കുക. അത് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് അത് ബാറ്ററി യൂസ് ആക്കുമ്പോൾ ആ പഴയ ക്വാളിറ്റിക്ക് പ്രസ് ചെയ്യാതെ വെക്കുക. ഇങ്ങനത്തെ കംപ്ലൈന്റ്സുകൾ വന്നുകൊണ്ട് നമ്മളത് വേഗം സ്റ്റോപ്പ് ചെയ്തത്. എയർ വെക്കറിന്റെയും ഗോദ്റേജിന്റെ ഒക്കെ പിന്നെ അതിന്റെ ഫില്ലിംഗ് കുറ്റി നമ്മൾ ഇവിടുന്ന് ആ പെർഫ്യൂം ഇവിടെ നമ്മൾ സെയിലാക്കുന്നുണ്ട്. ആ മെഷീൻ ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മെഷീൻ വേണമെങ്കിൽ അത് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ബെറ്റർ. കാരണം നമ്മളിരുന്നാകുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയും നമ്മളോട്, നിങ്ങൾ ജസ്റ്റ് ഇത് കംപ്ലൈന്റ് ആയത് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ കഴിയൂല. നമുക്ക് ആ ഭയങ്കര പ്രോഫിറ്റ് നഷ്ടത്തിൽ പോകുന്ന രൂപത്തിലായി മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അത് നിർത്തി വെച്ചത്. ഇതിനാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇതിൽ 6-7 ഫ്ലേവറുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് 1 മന്താണ് അവർ ഗ്യാരണ്ടി കൊടുക്കുക. 1 മന്ത് റൂമിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നല്ല സ്മെല്ല് ചെറിയ രൂപത്തിൽ ഇങ്ങനെ വന്നും പോയി നിൽക്കുണ്ടാവും എന്നുള്ളതാണ്. ഇത് ബാത്റൂമിലും ടോയ്ലറ്റിലാക്കി നമുക്ക് വാഷിംഗ് റൂമിലൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ബെഡ്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കാനുള്ളത്, ഒരു 4 വയസ്സിന് താഴേക്കുള്ള ചെറിയ കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് ഇതിന്റെ സ്മെല്ല് അത്ര തന്നെ ഇഷ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം ഇത് പൊട്ടിച്ചതിന് ശേഷം അൺബോക്സ് കവർ ആക്കിയതിന് ശേഷം ഇതിനുള്ള ഈ ടാഗുകൾ പുറത്ത് ഓപ്പൺ എയറിൽ വെക്കുക. ഒരു 4-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കട്ടിയുള്ള സ്മെല്ല് എന്തായാലും പുറത്ത് പോകും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നിങ്ങളെ ബെഡ്റൂമൊക്കെ അവനവൻ്റെ ബെഡ്റൂമൊക്കെ നമുക്ക് ചെയ്യാൻ ഇത് സാധനം പ്രൊഡക്റ്റ് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫാമിംഗ് സ്മെല്ല് ഇതിൽ നമുക്ക് കാര്യമായിട്ട് കിട്ടും. ഇതിലൊന്ന് നമുക്ക് വരുന്നത് സിട്രസിന്റെ സ്മെല്ലാണ്. സിട്രസ് ക്രഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ബെർഗമോട്ടിന്റെ ഒരു സ്മെല്ലിൽ ഒന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ബെറി ഫ്രഷ് നമ്മുടെ ബെറിന്റെ സ്മെല്ലിൽ ഒന്ന് വരുന്നുണ്ട്. റോസിന്റെ സ്മെല്ലിൽ വരുന്നുണ്ട്. പിന്നെ നാരങ്ങന്റെ സ്മെല്ല്, സിട്രസി സ്മെല്ല് എന്ന് പറഞ്ഞ വേറെ കമ്പൈൻഡ് ആണ് വരുന്നുള്ളൂ. 2 കമ്പൈൻഡ് ആണ് ഒന്ന് വരുന്നുണ്ട്. പിന്നെ ഇത് ജാസ്മീന്റെ ഒരു സ്മെല്ലില്, ആ ഫ്ലോറൽ സ്മെല്ലിൽ ജാസ്മീൻ ഒന്ന് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നാരങ്ങന്റെ സ്മെല്ലും. പിന്നെ ഇത് ജസ്റ്റ് ജാസ്മിൻ വേറെ കമ്പനിയാണെന്ന് മാത്രമേ ഉള്ളൂ. പല കമ്പനികളും പല പ്രൈസാണ്. ഒരു 100 രൂപയുടെ താഴെ ഒരു പാക്കിന് പ്രൈസ് വരും. നമുക്ക് ഇവിടെ നല്ലപോലെ ഈ മഴക്കാലത്ത് നല്ലപോലെ ഇവിടെ സെയിലായി പോയിരുന്ന സാധനമാണ്. ഇതൊരു ഓപ്ഷനാണ് നമ്മൾ റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഏത് ഫ്രാഗ്രൻസ് ഫോട്ടോസ് അയച്ചാൽ നമ്മൾ ഇവിടുന്ന് ഫോട്ടോസ് അയച്ചുതരും. ജസ്റ്റ് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. റൂമിൽ തൂക്കുന്ന ടാഗിന്റെ ഫോട്ടോ ഒന്ന് വേണമെന്നതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഇവിടുന്ന് അയച്ചു തരും കേട്ടോ. പിന്നെ നമുക്കുള്ളത് എയർ ഫ്രഷ്നറാണ്. പിന്നെ നമുക്കുള്ളത് ഓട്ടോമാറ്റിക് മെഷീൻ. ഞാൻ പറഞ്ഞ റീസൺ എന്താ സെയിലാക്കാത്തതിന്റെ. പിന്നെ റൂമിൽ പുകയിക്കുന്നതും റൂമിൽ തന്നെ സ്റ്റിക്കും. അതിന് ഞാൻ അതായത് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യണം.